ഏവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കാർഗിലിലാണ്. നല്ല തണുപ്പോട്ടെ ഇവിടെ. ഇന്നലെ 6 മണിയോടെ കാർഗിലിലെത്തി. അപ്പോൾ ഇവിടെ സ്റ്റേ അടിച്ചു. ഐസ്ബർഗ് ഗസ്റ്റ് ഹൗസ് നല്ലൊരു റെക്കമെൻഡേഷനാണ്. ഐസ്ബർഗ് ഗസ്റ്റ് ഹൗസ്, അതായത് കാർഗിലിൽ ആരെങ്കിലും എത്തുകയാണെങ്കിൽ ലേയിലേക്ക് പോകുന്ന വഴിയോ ലേയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയോ കാർഗിലിൽ എത്തുകയാണെങ്കിൽ, കാർഗിലിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഐസ്ബർഗ് ഗസ്റ്റ് ഹൗസ് ആണ്. എന്താണെന്ന് വെച്ചാൽ വില വളരെ കുറവാണ്. ഒരു ഡബിൾ ബെഡ്റൂമിന് അവർ 500 പേര് നമ്മൾ 400 കൊടുത്താലൊക്കെ റൂം കിട്ടും. പിന്നെ 4-5 പേരുണ്ടെങ്കിൽ അവർക്കുള്ള റൂം 600 രൂപ കിട്ടും. നല്ല റൂമാണ്. ചൂടുവെള്ളം കിട്ടും ബാത്റൂമിൽ. അതുപോലെ വൈഫൈ കണക്ഷൻ ഉണ്ട്. നല്ല വൃത്തിയുണ്ട്. നല്ല ആംബിയൻസ് ആണ്. നല്ല എല്ലാം കൊണ്ടും നല്ല റൂമാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവഴി വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എടുക്കാൻ കഴിയുന്ന നല്ലൊരു സൗകര്യപ്രദമായ റൂമാണ് ഐസ്ബർഗ് ഗസ്റ്റ് ഹൗസ്. ഇന്നിനി ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല, ലേയിലേക്കാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ലേയിലെത്തും. അപ്പോൾ സമയം 8 മണി 8:30 ആയി. 9 മണി 9:30 കൂടി ഇവിടുന്ന് യാത്ര തുടങ്ങും. പിന്നെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ബാക്കി സഞ്ചാരികളും മുറിയെടുത്തിങ്ങനെ ഇവിടെ തന്നെയാണ്. അവരുടെ ബൈക്കൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കൊച്ചിയിൽ നിന്നും പാലക്കാട് നിന്നുള്ള സഞ്ചാരി സുഹൃത്തുക്കളും അതുപോലെ തമിഴ്നാട് സ്വദേശിയായ മറ്റൊരു സഞ്ചാരിയും ഇവിടെ തന്നെ മുറിയെടുത്തിട്ടുള്ളത്. ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ, അതായത് എന്താ പറയുക, കാർഗിലോട്ട് വരുമ്പോൾ, കാശ്മീർ ഭാഗത്ത് നിന്ന് കാർഗിലേക്ക് വരുമ്പോൾ ഒരു 1 വേ റോഡാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രവേശനമില്ല, വണ്ടികൾ അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ വരുള്ളൂ. ആ 1 വേ റോഡിൽ നിന്ന് നമുക്ക് പോകേണ്ട വഴി ശരിക്കും വരുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റിക്ക് ഒരു ബൈപ്പാസാണ്. ആ ബൈപ്പാസിൽ കയറാതെ നേരെ ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ചുറ്റിക്ക് ഇറങ്ങി വരണം, അങ്ങനെ 1 വേയിലൂടെ വരണം. വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ അത് ഐസ്ബർഗ് ഗസ്റ്റ് ഹൗസ്, ചൻഗർ ബസാർ, കാർഗിൽ, ലഡാക്ക്. ഇപ്പോൾ ഞാൻ വഴി പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടല്ലോ, പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയെ വരുന്നു, കാണാം. അപ്പം അങ്ങനെ കാർഗിലിലെ മുറിയിൽ നിന്ന് വിട്ടിറങ്ങി ഇനി നേരല്ലേ ബൈക്ക് സഞ്ചാരികളുടെ പ്രദേശയിലേക്കാണ് യാത്ര. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ നമ്പർ 1 ഈ ഭാഗത്തുള്ള റോഡുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അഥവാ റോഡ് ഉണ്ടാക്കുന്നതും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് BRO എന്ന ഓർഗനൈസേഷനാണ്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അത് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവർക്കാണ് ഇതിൻ്റെ ഫുൾ ചുമതല. അവർ നല്ല രീതിയിലാണ് ഈ റോഡ് പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ കൂടാതെ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല രസകരമായ ആക്സിഡൻ്റൽ അവയർനെസ് ആയിട്ടുള്ള കുറേ കോഴ്സ് എഴുതിയിട്ടുണ്ട്. നല്ല രസകരമാണ് വായിക്കാൻ. അതുപോലെ ഇൻസ്പിറേഷനായിട്ടുള്ള വേറെയും കുറേ കോഴ്സ് ബോർഡിലേക്ക് എഴുതിയിട്ടുണ്ടാവും. നല്ല സുന്ദരമായ റോഡുകളാണ് ഇനി. ലഡാക്ക് പ്രവിശ്യയിലെ കാർഗിലിൻ്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തൊക്കെ, ഈ പോകുന്ന ഭാഗത്തൊക്കെ പിന്നെ അധികമുള്ളത് ബുദ്ധമത വിശ്വാസികളാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കാണുന്നവരെ മൊണാസ്ട്രികളാണ്.
200 കിലോമീറ്ററോളം റോഡിൻ്റെ അവസ്ഥയും ഭൂപ്രകൃതിയുടെ അവസ്ഥയൊക്കെ തന്നെയാണ്. നല്ല ക്ലീൻ റോഡാണ്, നല്ല അടിപൊളി മലകൾക്കിടയിലൂടെയുള്ള സഞ്ചാരപാതയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലമയൂരിന് അടുത്തുള്ളൊരു സ്ഥലത്ത് നിർത്തിയതാണ്. അപ്പോൾ അവിടുന്ന് ചെറിയ ആപ്പിൾ കണ്ടോ, ഇതിലും ചെറിയ ആപ്പിൾ ഞാൻ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ ആപ്പിൾ. ഇവിടെ തുപ്പ എന്ന് പറഞ്ഞൊരു വിഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ തുപ്പ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ സൂപ്പിൻ്റെ അകത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ക്യാരറ്റ് അതുപോലെ ബീൻസ് മറ്റുള്ള കട്ട് ചെയ്തിട്ടുള്ളൊരു വിഭവമാണ്. ഈ തണുപ്പത്ത് ചൂടിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു യാക്ക് ഉണ്ട് കേട്ടോ. യാക്ക് ഒറിജിനൽ യാക്കല്ല, അതിൻ്റെ പ്രതിമ രൂപം ഉണ്ടാക്കി. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കഴിച്ചു നോക്കാം. ഗുഡ് ഗുഡ് ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് വെജിറ്റബിളിൻ്റെ സൂപ്പിൽ തന്നെ വെജിറ്റബിൾസൊക്കെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് തുപ്പ. അത് കഴിക്കാൻ പറ്റില്ല, എന്തായാലും കഴിക്കട്ടെ. സംഗതി സൂപ്പറാണ്, കഴിച്ചു, ഉഷാറാണ്, ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ മുന്നിൽ കാണുന്ന മലയുടെ പ്രദേശമാണ് മൂൺലാൻഡ് എന്നറിയപ്പെടുന്നത്. ലമയൂരിൽ തന്നെയുള്ള മൂൺലാൻഡാണിത്. അതായത് ചന്ദ്രൻ്റെ ഉപരിതലം പോലെ കാണുന്നത് കൊണ്ടാണ് ഇതിന് മൂൺലാൻഡ് എന്ന് പേര് വരാൻ കാരണം. രൂപം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് യാക്കിനെടുത്ത കൊമ്പ്, യാക്കിൻ്റെ രോമം, യാക്കിൻ്റെ തന്നെ കാലുകളൊക്കെ വെച്ചിട്ടുള്ളത് എല്ലാം കൊണ്ട് ഉണ്ടാക്കിയ ഒരു യാക്കിൻ്റെ രൂപമാണിത്. ഞാൻ ഇവിടുന്ന് ഇതുപോലത്തെ ഒരു പ്രയർ ഫ്ലാഗ് വാങ്ങിയിട്ടുണ്ട് ബൈക്കിൽ വെച്ച് കെട്ടാൻ. ഞാനിവിടുന്ന് പ്രയർ ഫ്ലാഗ് വാങ്ങി ബൈക്കിൽ കെട്ടാൻ. പക്ഷേ എൻ്റെ ഈ ബൈക്കിൽ ഇത് അത്ര കംഫർട്ടായി കെട്ടാൻ പറ്റില്ല. ഈ പ്രയർ ഫ്ലാഗ് മീൻ ചെയ്യണത് ശരിക്കും പ്രയർ ഫ്ലാഗ് ഒന്നും അകത്തൊന്നും കെട്ടാൻ പാടില്ല. കാറ്റ് തട്ടുന്ന ഭാഗങ്ങളിൽ, കാറ്റിൽ പാറി കളിക്കുന്ന ഭാഗത്ത് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. കാരണം ഇതിൽ 5 കളേഴ്സാണ്. ഈ 5 കളേഴ്സ് പ്രതിനിധാനം ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളാണ്. വായു, കാറ്റ്, ഭൂമി, അഗ്നി എന്ന് തുടങ്ങിയ പഞ്ചഭൂതങ്ങളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഓം മണി പദ്മഹും എന്നാണ്. അതായത് ബുദ്ധമതസ്ഥരുടെ വിശ്വാസപ്രകാരം ഇതിങ്ങനെ കാറ്റിൽ പാറി നടക്കുമ്പോൾ അവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഞാനും കുറച്ച് ശാന്തിയും സമാധാനവും തേടട്ടെ. ഡിസ്റ്റൻസ്, മിററിൻ്റെ ഡിസ്റ്റൻസ് മാറ്റലുകൊണ്ട് കറക്റ്റ് കെട്ടാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പോൾ കെട്ടാം. ഓക്കെ, സെറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും കാറിൻ്റെ അകത്ത് കെട്ടരുത്, വീടിൻ്റെ അകത്ത്, ഷോപ്പിൻ്റെ അകത്തൊന്നും ഇത് വെക്കരുത്. കാരണം അത് ആ വിശ്വാസികളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അപ്പോൾ ഇത് കാറ്റിൽ പാറി കളിക്കണം, കാറ്റ് തട്ടുന്ന ഭാഗത്ത് വേണം അത് കെട്ടി വെക്കണം. അതുകൊണ്ടാണ് ഇത് വാഹനങ്ങളിലും ഇങ്ങനെ തുറസായ ഭാഗത്ത് ഇങ്ങനെ പോസ്റ്റിൻ്റെ മേലെയൊക്കെ വെച്ച് കെട്ടണത്. അപ്പോൾ എന്തായാലും ഓക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി യാത്ര തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ BROയുടെ കുറേ ക്യാപ്ഷൻസിനെ പറ്റിയിട്ട് കോഡ്സ്, ഇതാത്തൊരു കോഡ്സാണ്. ഡ്രൈവിംഗ് ഫാസ്റ്റർ കാൻ കോസ് ഡിസാസ്റ്റർ. നല്ല പ്രാസൊക്കെ ഒപ്പിച്ചിട്ട് ഫാസ്റ്റർ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കോഡ്. മെയിനായിട്ട് സേഫ്റ്റി ടിപ്സാണ്. മൂൺലാൻഡാണ് കാണുന്നത്.
അങ്ങനെ ഇന്നത്തെ യാത്ര ലഡാക്കിലെ ലേയിലെത്തി അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത ബ്ലോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.